ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. അതും ചിക്കൻ ബിരിയാണി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണ്. സവാളയും തക്കാളിയും ഒന്നും വഴറ്റി നേരം പോവില്ല. ഇതിനകത്തേക്ക് നമുക്ക് അധികം സാധനങ്ങളും വേണ്ട. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എസൻസ്, കളറ്, തക്കാളി അങ്ങനെ കുറേ സാധനങ്ങൾ വേണ്ടേ. ഇതിനകത്തേക്ക് അതൊന്നും വേണ്ട കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവാള ബിരിയാണികൾക്കും കച്ചമ്പറികൾക്കും വേണ്ടതാണ് കേട്ടോ. തൊലി കളഞ്ഞു വെച്ചേക്കുന്നത്. സവാള കരിയുന്ന സമയത്ത് കണ്ണീന്ന് ഭയങ്കരമായിട്ട് വെള്ളം വരുന്നവരുണ്ട്. എനിക്കുണ്ട് കേട്ടോ. ഒരെണ്ണ അരിഞ്ഞാലും കണ്ണീന്ന് തുരുതുരാന്ന് വെള്ളം വരും. അപ്പം ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ ഒരു കാൻഡിൽ കത്തിച്ച് ഞാനിട്ട് ഇവിടെ അടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തോരം സവാള അരിഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ണീന്ന് വെള്ളം വരില്ല. സവാള അരിയുമ്പോൾ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പം ഞാൻ 3 സവാള ബിരിയാണികൾക്കും 1 സവാള കച്ചമ്പറികൾക്കുമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നല്ല നൈസായിട്ടാണ് കേട്ടോ സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഒരു 3 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ അതിനകത്തേക്ക് മുന്തിരി ഇട്ടുങ്ങാനിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഓയിൽ ചൂടാവണതിൽ മുന്നിട്ട് പോയി. നന്നായിട്ട് ചൂടായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ മുന്തിരി ഇത്രയും നേരിട്ട് നമുക്ക് ആക്കേണ്ടി വരില്ല, പെട്ടെന്ന് വറുത്ത് വരാം. അപ്പം മുന്തിരിയൊക്കെ ഇവിടെ അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് തന്നെ കാഷ്നട്ട് ഇട്ടുങ്ങാനിട്ട് അതും കുറച്ചൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് വറുത്ത് കോരി എടുക്കാം. അങ്ങനെ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ, അത് മൊത്തം ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ബിരിയാണിയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചെടുക്കണം വേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ സവാള വറുത്ത് കോരുന്ന ഈ ഓയിലില്ലേ, ഇത് മാറ്റി വെക്കണം കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ സവാളയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതുപോലെ വറുത്ത് പോരാം കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങുന്നത്. ഒരു മിക്സിയിലെ ജാർ എടുക്കുക. നമ്മളിപ്പോൾ വറുത്ത് കോരിയിട്ടുള്ളതിൽ 3/4 ഭാഗം ഇട്ട് കൊടുക്കുക. ഒരു ഇത്തിരിക്കോളം നമുക്ക് ചോറിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചതച്ചിടണമെന്നില്ല, അത് മുഴുവനത്തോടെ ഇട്ടാൽ മതി. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കറി മസാലയുടെ പൊടിയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചത് തന്നെയാണ്. ഇതിന് പകരം ബിരിയാണി മസാലയുടെ പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് കറി മസാലപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഒരു അറബിക് മസാലയാണ് കേട്ടോ. അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൈരും കൂടി ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്ത സമയത്ത് തന്നെ റാഷിദ ഇവിടെ ചിക്കനൊക്കെ നല്ല ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ അരച്ച് വെച്ച മസാല നേരെ ചിക്കനിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മസാല തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ പിറ്റേ ദിവസമാണ് ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇതുപോലെ മസാല തേച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിനേക്കാളും 1 മണിക്കൂർ മുന്നായിട്ട് മസാല തേച്ച് വെച്ചാലും മതിട്ടാ. ഒന്നും കൂടെ നല്ലത് തലേ ദിവസം മസാല തേച്ച് വെക്കുന്നതാണ്. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മസാല തേച്ച് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാം കേട്ടോ. ഞാനിതിപ്പോൾ 1 മണിക്കൂറാണ് കേട്ടോ മാറ്റി വെക്കണുള്ളൂ. ഇപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് അരി കഴുകി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ അവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. വെള്ളം വെട്ടി തിളയ്ക്കാൻ നിൽക്കണ്ട കേട്ടോ. ചൂടായി വരുമ്പോൾ തന്നെ അരി ഇട്ട് കൊടുക്കുക. വെള്ളം വെട്ടി തിളച്ചിട്ട് നമ്മൾ അരി ഇടുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ചൂടാകുമ്പോഴാണ് കേട്ടോ ഇപ്പം വെറും ചോറിക്കാണെങ്കിലും ബിരിയാണിക്കാണെങ്കിലും എന്തിൽക്കാണെങ്കിലും അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചോറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബിരിയാണിക്ക് വേവിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ച് വേവ് കൂട്ടിയിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അങ്ങനെ ചോറൊക്കെ ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. നമ്മൾ ചോറ് വെച്ച അതേ പാത്രം ഒന്ന് കഴുകിയെടുത്തുങ്ങാണ്ട് അതിനകത്തേക്ക് നേരത്തെ സവാള വറുത്തെടുത്ത ആ ഓയിലില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. പോരാത്ത ഓയിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് മൊത്തം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം നമ്മുടെ ബിരിയാണിയുടെ പണി കഴിയാനായിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ തക്കാളി ഒന്നും തീരെ കൂട്ടണില്ല. അപ്പോൾ ചിക്കൻ മൊത്തം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിങ്ങായിട്ടാണ് കേട്ടോ വേവിക്കേണ്ടത്.
നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഈ ഒരു മസാല ഇങ്ങനെ ചൂടാവുന്ന സമയത്ത്. ഇടയ്ക്ക് തുറന്നു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മറിച്ചിടണം കേട്ടോ. ഭയങ്കരമായിട്ട് മൊരിയൊന്നും വേണ്ട കേട്ടോ, ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. എന്നാൽ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളതല്ല കേട്ടോ. സ്പൈസി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മുളക് പൊടിയുടെ ഒപ്പം കുറച്ചധികം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ മസാല അരച്ചെടുക്കണം കേട്ടോ. നമുക്കും സ്പൈസി ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു ബിരിയാണി ഈ ഒരു ഇതിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ചിക്കനൊക്കെ അവിടെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന ചോറില്ല, അത് നേരെ അതിനകത്തേക്ക് മുഴുവനായിട്ട് തന്നെ തട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത് മൊത്തം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ്, പുതിന ഈ വക ഒരു സാധനങ്ങളും ഇടണില്ല. അതുപോലെ തന്നെ എസൻസും കളറും ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ വറുത്ത് കോരിയിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന അറബിക് മസാല അതൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ബിരിയാണി വെച്ച് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സംഭവം ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈജിപ്ഷ്യൻ ഡെസേർട്ടായിട്ടുള്ള ആലി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഞാൻ 2 തരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനലായിട്ടുള്ള രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നമ്മുടേതായ രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ചിട്ട് ഷോർട്സ് ആക്കിയിട്ടിടാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സംഭവം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ.